ഹലോ! ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന ഇൻവിസിബിൾ ചെയിൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മോഡലാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് ഇത് ഗിയർ വയറാണ്. ഗിയർ വയർ ഗോൾഡൻ കളർ, സിൽവർ കളറും ഉണ്ട്. നമുക്കത് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഗോൾഡൻ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഗിയർ ലോക്കാണ്. നമുക്ക് ഗിയർ ലോക്കാണ് ഈ ഡിസൈൻ ഉണ്ടാക്കാൻ അത്യാവശ്യം വേണ്ടത്. പിന്നെ ഗോൾഡൻ കളർ ബീഡ്സ്, പിന്നെ ഈ ഒരു മോഡൽ മുത്താണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് കുറേ ടൈപ്പ് ഏത് ടൈപ്പ് വേണമെങ്കിലും ഈ ഡിസൈൻ നമുക്ക് ചെയ്യാൻ ഉപയോഗിക്കാം. ഇന്ന് ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഹുക്ക് വേണം, അത് കോർക്കാനുള്ള കണ്ണി ഇത്രയാണ്. പിന്നെ നമുക്ക് ടൂൾസ് ആയിട്ട് പ്ലെയറും കട്ടറുമാണ് ആവശ്യമുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റിന് ഗിയർ വയർ എടുക്കുക, അതിലോട്ടൊരു ഗിയർ ലോക്ക് കോർക്കാം. അതിനുശേഷം നമ്മൾ ഈ കൊക്കി കോർക്കാനുള്ള കണ്ണി ഉണ്ടല്ലോ, അത് കോർക്കട്ടെ. ഏത് ടൈപ്പ് ഹുക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ എസ് ഷേപ്പ് വരുന്ന ഹുക്കാണ് എടുത്തിരിക്കുന്നത്. അല്ലാതെ വേറെ പല ടൈപ്പ് ഉണ്ടല്ലോ, നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനുശേഷം ഈ ഗിയർ വയർ ഈ ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക കേട്ടോ. എടുത്ത ശേഷം ഇതുപോലെ വലിച്ച് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത ശേഷം പ്ലെയർ യൂസ് ചെയ്തിട്ട് അതിന് മുകളിലൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ലോക്കായി ഇരുന്നോളും, അത് ഇളകില്ല. അതുകൊണ്ട് തന്നെയാണ് ഗിയർ ലോക്ക് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ എക്സസ് വരുന്ന കുഞ്ഞു വയർ ഉണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. വീണ്ടും ഈ ബീഡ്സ് കോർക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഗിയർ ലോക്ക് തന്നെ ഇടേണ്ടത്. നമ്മൾ ഏത് ഡിസൈൻ ചെയ്യണമെങ്കിലും ഫസ്റ്റ് ഗിയർ ലോക്ക് ഇട്ടിട്ട് വേണം തുടങ്ങാൻ. കാരണം നമുക്ക് കോർക്കുന്ന മുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗിയർ ലോക്ക് കോർക്കുന്നത്. അപ്പോൾ ഗിയർ ലോക്ക് ഇട്ടു, ഒരു ഗോൾഡൻ കളർ ബീഡ് ഇട്ടു, വീണ്ടും നമ്മൾ ഈ ഗ്രീൻ കളർ ബീഡ് ഇട്ടു, വീണ്ടും ഒരു ഗോൾഡൻ കളർ കുഞ്ഞമുത്ത് ഇട്ടിട്ട് വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇടുകയാണ്. അപ്പോൾ ഈ ഗിയർ ലോക്ക് ഇട്ട ശേഷം നമ്മൾ കോർക്കേണ്ട മുത്തുകൾ അത്രയും കോർക്കുക. അതിൻ്റെ ഫസ്റ്റും ലാസ്റ്റും അത് രണ്ട് സൈഡും ഓരോ ഗിയർ ലോക്ക് ഇട്ടിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. അത്രയേ ഉള്ളൂ. അത് നമുക്ക് ഈ മുത്തിന് പകരം ഏത് ഡിസൈൻ വേണമെങ്കിലും കുന്തൻസോ അല്ലെങ്കിൽ വേറെ ബീഡ്സോ, ഇപ്പോൾ കുറേ പെൻഡൻറ്റുകളൊക്കെ വരുന്നുണ്ട് ഈ ലോട്ടസിൻ്റെ ഡിസൈനിലൊക്കെ, അങ്ങനെ ഏത് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ കോർത്ത പോലെ തന്നെ കറക്റ്റ് ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ ഇതുപോലെ 5 എണ്ണമാണ് കോർത്തിരിക്കുന്നത്. ഹുക്കിൻ്റെ കണ്ണി നമുക്ക് കോർത്തല്ലോ, അതേപോലെയുള്ള ഈ ഹുക്ക് കൂടി നമുക്കിവിടെ കോർക്കണം. അതിനായിട്ട് ഈ ഹുക്കിലോട്ട് ഒരു ചെറിയൊരു ജമ്പറിങ് കോർത്തിട്ട് ഈ ആദ്യം നമ്മൾ കോർത്ത പോലെ തന്നെ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ എപ്പോഴും ആദ്യം ചെയ്യുന്നതും ഈ അവസാനം ചെയ്യുന്നതും. അപ്പോൾ ഫസ്റ്റ് ഗിയർ ലോക്ക് ഇടുക, പിന്നെ ഹുക്ക് കോർക്കുക. അതിനുശേഷം ഈ ഗിയർ വയർ ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് നന്നായി വലിച്ച് ടൈറ്റ് ചെയ്ത ശേഷം പ്ലെയർ വെച്ച് പ്രസ് ചെയ്യുക. പിന്നെ എക്സ്ട്രാ വരുന്ന ആ കുഞ്ഞു വയർ ബാക്കി നമ്മൾ വന്നിരിക്കുന്ന ഈ വയർ കട്ട് ചെയ്ത് മാറ്റുക. അത്രയേ ഉള്ളൂ. മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ വേറെ കുറച്ച് ഡിസൈൻസ് കൂടി ഞാനിതിൽ കാണിക്കാം. ചെയ്യുന്നത് എല്ലാം ഒരേ മോഡൽ തന്നെയാണ്, ഡിസൈൻ മാത്രമാണ് വ്യത്യാസമുള്ളത്. അത് ഉപയോഗിക്കുന്ന ആ ബീഡ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ. അത് നമുക്ക് എങ്ങനെ ഒരെണ്ണം വേണമെങ്കിൽ കോർക്കാം, 3 കോർക്കാം, എങ്ങനെ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ആ ഗ്രീനിന് പകരം ഇതൊരു മെറൂൺ കളറാണ്, റെഡാണിത്, ഇതൊരു റെഡ് കളർ. അപ്പോൾ ഇവിടെ നടുവിൽ മാത്രമേ 3 വരുന്നുള്ളൂ. ഇതിൽ ഒരു മെറൂണിൻ്റെ 2 ഭാഗത്തും വൈറ്റ് ബീഡ്സ് കൊടുത്തതും, ഇത് ഗോൾഡൻ കളർ ഈ സ്റ്റോൺ വരുന്ന ബീഡ്സ് ആണ് വെച്ചിരിക്കുന്നത്, റെഡും ഗ്രീനും മിക്സ് ആയിട്ട്. അങ്ങനെ കുറച്ച് ഡിസൈൻസ് ഈ ടൈപ്പ് സ്റ്റോൺസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ടൈപ്പ് ബീഡ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഡിസൈൻസ് മാത്രമാണ് ഇതിൽ കാണിക്കുന്നത്. ഇതേപോലെ നമുക്ക് നിറയെ ഡിസൈൻസ് ചെയ്യാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഇത് നമ്മൾ വാങ്ങിക്കണമെങ്കിൽ നല്ല വിലയുമാണ് അതിന്. അപ്പോൾ ഈ ഡിസൈൻ ഇഷ്ടമായെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായെങ്കിൽ ഓക്കെ, ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.